കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗംഗ ഹോട്ടലില്ലേ, ഗംഗ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടലില്ലേ, അവിടെ പോയി നമ്മൾ മസാല ദോശ തിന്ന് ആകെ പെട്ടുപോയി. കുറെ അലഞ്ഞു നടന്നിട്ട് ആ ഹോട്ടൽ കിട്ടുക. അതാണെങ്കിലോ അങ്ങേറ്റം വേസ്റ്റ് ഹോട്ടൽ. പക്ഷെ അതിനുശേഷം നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു ജലാലാബാദിൽ. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷെ എൻ്റെ മോനെ അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമുക്ക് ബാക്കി വിശേഷം അവിടെ പോയി തന്നെ കാണാം. ഞാൻ അവിടെ ഒരു മാസത്തോളം ജോലി ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. അതെ അതെ. പക്ഷെ മൂപ്പര് നമ്മളെ മുമ്പൊരു കട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കടയുടെ ആ ഗംഗാ സ്വീറ്റ്സ് അവിടുത്തെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആണ് ഈ കട. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ ഹാൻഡ്ലിങ്ങും അവരുടെ സർവിങ് തന്നെ ഒരു പ്രത്യേക മൊത്തത്തില് വേണ്ട അങ്ങനെ തോന്നുന്നില്ലേ? അല്ല നല്ല ക്വാളിറ്റി സാധനം കിട്ടുമ്പോ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല. എത്തിയാ ഇല്ല ഇനിയുണ്ട് ഒരുപാട്. എത്തിയില്ല. ഈ പമ്പിലും കണ്ടല്ലേ നമ്മള് കയറിയിട്ട് എണ്ണ അടിക്കും. അതാണ്ട് ഈ പമ്പാണ്. ആ ഈ പമ്പ് തന്നെയല്ലേ? അല്ല ഇതല്ല, വേറെ ഏതോ പമ്പ. അപ്പുറത്തെ പമ്പ കണ്ട. ഞങ്ങള് നിങ്ങളുടെ അവിടെ പരിപാടിക്ക് വന്നിട്ടേ ഒരിക്കലും നൈറ്റില് എണ്ണ തീരാറായിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ഇവിടെ വന്ന് പമ്പി കയറ്റി എണ്ണ അടിക്കാൻ ചെന്നപ്പോ ഉറങ്ങി കിടന്നിട്ട് ഞങ്ങളടുത്ത് പറയാ പോന്ന് ഇവിടെ എണ്ണയില്ല. എല്ലാം മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നത്. അതിന്റെ അകത്ത് എഴുതി വെക്കുന്ന 24/7 ലൈറ്റൊക്കെ അടച്ച്, ലൈറ്റ് ഫുൾ അടച്ച് വെച്ചേക്കുന്നത്. കോമഡി ടീമുകളാണ് ഇവിടുത്തുള്ള എല്ലാം. പിന്നീട് നമ്മള് അപ്പുറത്തൊരു നീല പമ്പോ അല്ല ഈ പമ്പിലാണ് ഇവിടെ വന്നത്, ഭാരതില്. എന്നിട്ടാണെങ്കിൽ അടിച്ച ബില്ല് കീറിയും കളഞ്ഞ്. അങ്ങനെ കണ്ടുപിടിക്കേണ്ടെന്ന് എത്ര പോയിന്റ് അടിക്കുന്നു തലയന്മാർ. സോ ഗൈസ് നമ്മളങ്ങനെ ജലാലാബാദിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വാലിസ വർക്ക് ചെയ്തോണ്ടിരുന്ന ഇവിടെ മൂപ്പർക്ക് അറിയത്തില്ലായിരുന്നു ഈ ഷോപ്പ്. മൂപ്പർക്ക് ആകെപ്പാടാ ഗംഗാ സ്വീറ്റ്സ് ആയിരുന്നല്ലേ നിങ്ങൾ ആദ്യം കണ്ട. ഞങ്ങൾ അവിടുന്ന് കഴിക്കാനായിട്ട് വന്ന ഞങ്ങള് ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അന്നേരം ഈ ഷോപ്പ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇവിടെ കയറി ഒറ്റ തവണ കയറിന്റെ മോനെ അപ്പൊ തന്നെ ഞങ്ങൾ അടിക്കുക. ഞങ്ങൾ 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം. അപ്പൊ പിന്നെ നമ്മളെന്തായാലും ഒരു സ്ഥലത്ത് നല്ല ഇവിടെ കോഫി എല്ലാവിധ സാധനങ്ങളും ഉണ്ടല്ലോ. പിസ്സ, ബർഗർ. ഒറ്റ പ്രശ്നമുള്ളൂ വെജിറ്റേറിയൻ ആണ്. വേറെ എന്റെ മോനെ മസാല ദോശ രക്ഷയില്ല കേട്ടോ. മസാല ദോശ കറക്റ്റ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അതേ മാവ് അതേ മസാല എന്നുള്ള രീതിക്ക്. ഇവിടെ പിന്നെ കിഴങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും, കാണ്ട മോനെ എത്തി മോനെ സ്ഥലമെത്തി 99 കഫേ. ആളുമാണ് നമ്മൾ സ്ഥിരം വന്നിരിക്കുന്ന ടേബിൾ ഇതാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം ടേബിൾ അല്ലേടാ ഇത്? ഇതേ ടേബിളാണ് കേട്ടോ നമ്മൾ സ്ഥിരം ഇരിക്കുന്നത്. ഇവിടെ വെച്ചല്ലേ? ഇന്ന് ഞാൻ സീറ്റ് മാറിയിട്ടുണ്ട്. ഞാൻ സാധാരണ അവിടെ ആയിരുന്നു ഇരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ പ്രത്യേകിച്ചുള്ള സാധനമുണ്ടല്ലോ. ദേ ഇത് ടിങ്കറും അത്യാവശ്യം കുറച്ച് പിള്ളേരെ അടുത്തുനിന്നായതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളിയാണ് ഡിസൈനും. പിന്നെ സത്യത്തിൽ ഇവൻ്റെ ആ ഓണർ കറക്റ്റ് ഇല്ല ഇവിടെ. ഇന്ന് വേറെ ഏതൊരു സ്റ്റാഫാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ നമുക്ക് കാണാം. ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ മസാല ദോശന്റെ റേറ്റ് ഏത്? അയ്യോ ഞങ്ങള് ഇതിൻ്റെ അകത്ത് ഈ മൈസൂർ മസാല ദോശ ഒരിക്കലും ഒന്നൊന്ന് ഓർഡർ ചെയ്ത് എൻ്റെ മോനെ എരിഞ്ഞൊരു പരിവ്. അതെങ്ങനെ ഉണ്ടായിരുന്നരാന്ന്? അതൊന്നും ഇവിടെ പറയാൻ പാടില്ല കേട്ടോ. നീ ഏതായി? നിന്നെ കൊണ്ടുവരേണ്ട എന്താ അഭിപ്രായം? നിങ്ങൾക്കൊരു മൈസൂർ മസാല ദോശ മേടിച്ചേരട്ടെ.
ഒരെണ്ണം മേടിച്ച് ഇവരെയും കൂടെ തീറ്റിക്കാടാ നമുക്ക്, അതാണ് നല്ലത്. ആ മോന്തെന്ന് കാണട്ടെ, കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ മോന്ത ചിരിക്കണം കേട്ടോ. എന്തായാലും ഒരെണ്ണം മേടിക്കത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്ടോ, പെപ്പർ പ്ലെയിൻ ദോശ, മസാല ദോശ, പനീർ മസാല ദോശ, ഒണിയൻ മസാല ദോശ, മൈസൂർ മസാല ദോശ, പാവു ഭാജി. ഭാജി ഇതാണ് പാവു ഭാജി, ഡൽഹിയിൽ മെയിനായിട്ട് കിട്ടുന്നതാണ്. അത് എന്താ പറയാ, കിഴങ്ങേറി, അത് കിഴങ്ങേറി മണ്ണിൻ്റെ അകത്തിട്ട് വരുന്നത്. ഇവിടുത്തെ മസാല ചില്ലി ഫ്ലെക്സ് ആണ്. ചില്ലി ഫ്ലെക്സ് ഉണ്ട്. ഇത് വേറെന്തോ മസാലയാണ്. ഇത് ചില്ലി ഫ്ലെക്സ് ആണ്, പൗഡർ അല്ല. ഇത് വേറെന്തോ മസാലയാണ് കേസ് പറഞ്ഞത്. പക്ഷെ കാര്യമില്ലല്ലോടാ, മൊത്തം പനീർ മേലല്ലേ. നമുക്ക് വേണ്ട ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ എഗ് ഫ്രൈഡ് റൈസ്. ഇതെന്തോ പനീർ മറ്റുള്ള. ഇവിടെ മോനെ ഇവിടെ വേണ്ട മസാല പിസ്സയൊക്കെ ഉണ്ട് കേട്ടോ. തല തിരിക്കാടാ, കാണിക്കട്ടെ വരെ. പിസ്സയൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഇവന്മാരെ ഈ ഇത് കാണിക്കാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പറയും. അതിലൊരാളാണ് ദേ ഇത് കണ്ട, വാ തുറന്ന എന്ത് തിന്നാൻ പറ്റുമെന്നേ ആലോചിക്കും. വേറെ എടുത്തേ പിസ്സ അല്ലേ, ഇതൊക്കെ വരും കേട്ടോ. നാണവും മാനവും ശകലം പോലും തൊട്ടും തീണ്ടിയിട്ടില്ലല്ലേ. കണ്ടാ എന്താടാ കാണിച്ചേടാ, നോക്കട്ടെ ഒന്നൂടെ. ഞങ്ങൾ ഭയങ്കര ഷുഗർ ഡയറ്റ് ആയതുകൊണ്ട് വിത്തൗട്ട് ഷുഗറിലാട്ടോ ഞങ്ങൾ മേടിച്ചേക്കുന്നത്. അല്ലേടാ, എല്ലാം വിത്തൗട്ട് ഷുഗർ, അതുകൊണ്ട് ഇവരും കുടുങ്ങും. പക്ഷേ ഷുഗർ ആഡട്ടാണ് ഇവിടെ. ആഡ് ചെയ്യാനുള്ള സാധനം സെപ്പറേറ്റ് വരുന്നുണ്ട്. സോറി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് വേണോ ഷുഗർ? ഷുഗർ തീറ്റി മുട്ട വിഴുങ്ങിയ മഞ്ഞക്കരി അവന്, സാധനം മേടിച്ച ഷുഗർ അവന്. അവസാനം നമ്മുടെ മസാല ദോശ എത്തി. എന്നാ വെച്ചോ വെച്ചോ, അടുത്ത വരുന്നുണ്ടോ, പുറകെ വരുന്നുണ്ട്. ഫസ്റ്റ് പനീർ മണ്ട ഉണ്ടായിരുന്നു.